അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ ഒന്നാമത്തെ ഹദീസ് പാഠത്തിൽ നാം പഠിക്കുന്നത് സമുറത ബിൻ ജുന്ദബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നോക്കാം. അൻ സമുറത ബിൻ ജുന്ദബ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. റവാഹുൽ ഇമാം മുസ്ലിം റഹ്മഹുല്ലാ. ഇനി നമുക്ക് ഹദീസിന്റെ അർത്ഥം നോക്കാം. സമുറത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരങ്ങൾ 4 എണ്ണമാകുന്നു. ഒന്നാമത്തേത് സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തേത് അൽഹംദുലില്ലാഹ്, മൂന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാലാമത്തേത് അല്ലാഹു അക്ബർ. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, അഥവാ ഇതിൽ ഏതിനെ കൊണ്ട് ആരംഭിച്ചാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അഥവാ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ എന്നും പറയാം. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നും പറയാം. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഏത് കൊണ്ട് ആരംഭിച്ചാലും പ്രയാസമുണ്ടാക്കുന്നില്ല, നിനക്കത് എങ്ങനെയും ചൊല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, സൃഷ്ടികളുടെ സംസാരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വർത്തമാനങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സുബ്ഹാനല്ലാഹ് എന്ന ദിക്റാണ്. അല്ലാഹു എത്രയോ പരിശുദ്ധനാണ് എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തേത് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്കാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും തന്നെ ഇല്ല. നാലാമത്തേത് അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. ഇനി നമുക്കിതിലെ ഓരോ ദിക്റുകളുടെയും തേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും എല്ലാവിധ പോരായ്മകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹോന്നതിക്ക് യോജിക്കുന്ന രീതിയിൽ റബ്ബ് സുബ്ഹാനഹു വതആലയെ പരിശുദ്ധപ്പെടുത്തുക എന്നാണ് സുബ്ഹാനല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ പുകഴ്ത്തലുകൾക്കും എല്ലാവിധ തേട്ടങ്ങൾക്കും അർഹനായ തന്റെ ആരാധ്യന് വേണ്ടി ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി അടിമ നടത്തുന്ന ഏറ്റവും വലിയ നന്ദി സൂചകമാണ് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ. ഈ നന്ദി സൂചകം ഒരു സൃഷ്ടികൾക്കും വകവെച്ച് കൊടുക്കാൻ അനുവാദമില്ല. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അയാളോട് നന്ദി സൂചകം എന്നോണം അൽഹംദി എന്ന പദം വെച്ചിട്ട് പറയാൻ പാടില്ല. അവിടെ പറയേണ്ടത് ശുക്രോ അല്ലെങ്കിൽ മദ്ഹോ ഒക്കെയാണ്. അൽഹംദുലില്ലാഹ് എന്ന കലിമത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുവാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. സൃഷ്ടികൾക്കാർക്കും തന്നെ ആ പദം കൊണ്ട് നന്ദി സൂചകം അറിയിക്കാൻ പാടില്ല എന്നാണ്. മൂന്നാമത്തെ ദിക്ർ ഈ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സ്വച്ഛമായ ആശയത്തെ പ്രകടമാക്കുന്ന ഏറ്റവും സ്പഷ്ടമായ തൗഹീദിന്റെ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല എന്ന് സ്ഥാപിക്കുന്ന വാചകം. നാലാമത്തേത് അല്ലാഹു അക്ബർ, അഹങ്കാരവും മഹോന്നതിയും പ്രകടമാക്കുവാൻ അധികാരവും യോഗ്യതയുമുള്ള ഒരേ ഒരു സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്ന വാചകമാണ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ. അതുകൊണ്ട് തന്നെ ഈ 4 ദിക്റുകൾ തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ തേട്ടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തുടർച്ചയായി ജീവിതത്തിൽ ഉരുവിടുവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ദിക്റുകൾ കൊണ്ട് നാവിനെ പച്ചപ്പുള്ളതാക്കി മാറ്റുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.